ഈ കാണുന്നതാണ് മുതലപ്പൊഴി. തിരുവനന്തപുരത്തുള്ളവരെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് തീരദേശ പ്രദേശത്ത് കിടക്കുന്നവർക്ക് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. മുതലപ്പൊഴി എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് മുതലകളുണ്ടായിരുന്നെന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ടായിരിക്കും മുതലപ്പൊഴി എന്നൊക്കെ പേര് വന്നതെന്നൊക്കെ തന്നെയാണ് പറയണത്. സംഭവം അതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അടിപൊളി വൈബാണ്, പൊളി സ്ഥലമാണ്. എന്തിന് പറയാനിടേ, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണിത് മുതലപ്പൊഴി. പക്ഷേ പറയുമ്പോൾ വേറൊന്നുകൂടി പറയണം. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുത്ത സ്ഥലം കൂടിയാണ് കേട്ടോ. പണ്ട് ഈ ഭാഗത്തൊക്കെ ആൾക്കാർ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ കടലും കായലും ഒന്നിക്കുന്നൊരു പ്രദേശമായത്. നമ്മളെ മോള് അങ്ങോട്ട് വന്നിട്ടുണ്ട്. മോള് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. പൊഴി തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഇതിനോട് യാതൊരു ഇതുമില്ല. പക്ഷേ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്നറിയോ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ്. പണ്ട് ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരെയൊക്കെ കയറ്റി വിടുമായിരുന്നു. ഇപ്പോൾ അവർ മറ്റേ അതിൻ്റെ മറ്റേ പരിപാടിയൊക്കെ എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരെയൊന്നും കയറ്റി വിടുന്നില്ല. അപ്പുറത്തെ സൈഡ് കയറ്റി വിടുന്നുണ്ട്. അത് എന്ന് പറയുന്നത് 5 തെങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഫാമിലിയായിട്ട് നാട്ടിൽ വരുന്ന സ്ഥലമാണ്, തൊട്ടടുത്ത സ്ഥലമാണ്. അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. ഒരുപാട് ഫാമിലീസ് കുട്ടികളുമായിട്ടൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഭയങ്കര ഡേഞ്ചറായ സ്ഥലമാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വെരി വെരി ഡേഞ്ചർ. പോണവർ സൂക്ഷിക്കും.